السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على محمد وعلى آل محمد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹാജിമാരെ, അല്ലാഹു അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും പുറത്തെടുക്കുമാറാവട്ടെ. യാത്രയുടെ ആനുകൂല്യമായ ഖസ്ർ, ജംഅ് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഹാജിമാർക്കും ഹാജിമാരല്ലാത്ത എല്ലാ യാത്രക്കാർക്കും കല്യാണത്തിന് പോവുകയാണെങ്കിലും ടൂറിന് പോവുകയാണെങ്കിലും ഊട്ടി കാണാൻ പോവുകയാണെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു 80 കിലോമീറ്റർ ദൂരമുള്ള യാത്രയാണെങ്കിൽ ഖസ്റാക്കാവുന്നതാണ്. 132 കിലോമീറ്ററാണെന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ജമ്മും ഖസ്റും രണ്ടും പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ പറഞ്ഞത് ചെറിയ യാത്രകളിൽ 80 കിലോമീറ്ററിൻ്റെ താഴെയുള്ള 5-10 കിലോമീറ്ററൊക്കെ ദൂരമുള്ള യാത്രകളിൽ പറ്റുമെന്നൊരു അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില കല്യാണങ്ങളിലോ ഹോസ്പിറ്റൽ കേസുകളിലോ മറ്റോ ഒക്കെ പെടുമ്പോൾ നിസ്കരിക്കാൻ സൗകര്യപ്പെടാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ അഭിപ്രായമൊക്കെ എടുത്തിട്ട് ജമ്മാക്കാവുന്നതാണ്. ഖസ്റാക്കാൻ പറ്റില്ല കേട്ടോ, ഖസ്റാക്കാൻ പറ്റില്ല. ഖസ്റാക്കണമെങ്കിൽ 80 കിലോമീറ്റർ തന്നെ വേണം. ജമ്മാക്കാൻ എന്ന് പറഞ്ഞാൽ ബഹുർ അസ്ർ ഒന്നിച്ച് നിസ്കരിക്കുക, അല്ലെങ്കിൽ മഗ്രിബും ഇശാവും ഒന്നിച്ച് നിസ്കരിക്കുക. മഗ്രിബിൻ്റെ നേരത്തോ ഇശാവിൻ്റെ നേരത്തോ, അല്ലെങ്കിൽ ദുഹറിൻ്റെ നേരത്തോ അസറിൻ്റെ നേരത്തോ. അപ്പോൾ നിങ്ങൾ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോവുകയാണ്, അതല്ലെങ്കിൽ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ദുഹർ നിസ്കരിച്ചിട്ടാണ് പുറപ്പെടുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിൽ നിന്ന് ജമ്മാക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്നാണെങ്കിൽ പിന്നെ ദുഹർ നിസ്കരിച്ചിട്ട് പോവുക, അസർ നേരത്തെ നിസ്കരിക്കുക. നിങ്ങൾ 1 മണിക്കാണ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതെങ്കിൽ അപ്പോൾ പറ്റില്ല. ദുഹർ വീട്ടിൽ നിന്ന് നിസ്കരിക്കണം, അസർ ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കണം. ദുഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ, ഒരു 12 മണിക്കോ 11 മണിക്കൊക്കെ പോകുന്നത് എങ്കിൽ, അപ്പോൾ നിങ്ങളിപ്പോൾ യാത്രക്കാരനാണല്ലോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ നാട് കഴിഞ്ഞാൽ, എൻ്റെ നാടിപ്പോൾ മുണ്ടംപറമ്പ് പറഞ്ഞ സ്ഥലത്താണ് കീഴ്ശ്ശേരി. ഇപ്പോൾ കീഴ്ശ്ശേരി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുണ്ടംപറമ്പ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നാടുണ്ടാവില്ലേ, നാട് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ലേ, ആ നാട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇപ്പോൾ എപ്പോഴും 1 മണിക്കോ 2 മണിക്കോ 3 മണിക്കോ ഒക്കെ എന്ത് ചെയ്യുക? അസറും കൂടി നിസ്കരിക്കാം. ആ നിസ്കരിക്കുമ്പോൾ ദുഹൂർ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി, അസർ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ഇനി നിങ്ങളിങ്ങനെ വിചാരിക്കുകയാണ്, ഏതായാലും പോട്ടെ, കുറേ അങ്ങനെ ഓടിറ്റ് വൈകുന്നേരമാക്കാം നിസ്കാരം, അതുവരെ ഒന്ന്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദുഹൂർ എന്ത് ചെയ്യണം? അസറിലേക്ക് പിന്തിക്കുന്നു എന്ന് കരുതണം. അപ്പോൾ ദുഹൂർ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി, അസർ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. പിന്നെ ഒരു ചോദ്യമുണ്ട്. ഈ ഖസ്റില്ലേ, 2 റക്അത്ത് നിസ്കരിക്കലാണോ അല്ല 4 നിസ്കരിക്കലാണോ ഉത്തമം? അതിൻ്റെ മറുപടി, ഇപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരിക്ക് ഇപ്പോൾ 80 കിലോമീറ്റർ അല്ല, ഒരു 120 കിലോമീറ്ററൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഖസ്റാക്കലാണ് ഉത്തമം. 120 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ചുരുക്കി നിസ്കരിക്കലാണ് ഉത്തമം. അവിടെ 4 റക്അത്ത് നിസ്കരിക്കണ്ട. നിസ്കരിച്ച തെറ്റുണ്ട് എന്നല്ല പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ
ഖസ്റാക്കി നിസ്കരിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? അപ്പോൾ നിങ്ങൾ നെടുമ്പാശ്ശേരിക്ക് പോകണം, ദോറിൻ്റെ സമയത്തോ അസറിൻ്റെ സമയത്തോ നിങ്ങൾ നിസ്കരിക്കാം. ദോറിൻ്റെ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഞാൻ അസർ ഇങ്ങോട്ട് കൂട്ടി നിസ്കരിക്കുകയാണെന്ന് കരുതി നിങ്ങൾ കൊണ്ടോട്ടിന്നോ അല്ലെങ്കിൽ കണ്ണൂർക്ക് പോവാണ്, താമരശ്ശേരിയിൽ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ നിങ്ങൾ ദോറ് അസറും കൂടി ജമ്മാക്കി നിസ്കരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഊട്ടിക്ക് പോവാണ്, അപ്പോൾ നിങ്ങൾ പോണ വയ്ക്കുന്ന ബത്തേരിന്നോ അല്ലെങ്കിൽ എടക്കരന്നോ നിസ്കരിക്കുകയാണെങ്കിൽ അസറുമാണെങ്കിൽ ഇങ്ങോട്ടാക്കാം. കാരണം അവിടെ വേണ്ട പോലെ നിസ്കരിക്കാൻ സൗകര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ദോറ് അസറും കൂടി കൂട്ടി നിസ്കരിക്കുക. ഇനി കൂട്ടി നിസ്കരിക്കാതെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഏതായാലും ഇപ്പോൾ യാത്രൻ്റെ ആനുകൂല്യമല്ലേ എന്ന് എഴുതിയിട്ട് 2 റക്അത്ത് ദോറിൻ്റെ നേരത്തെ നിസ്കരിക്കുന്നു, പിന്നെ അസറിൻ്റെ നേരത്തെ എന്ത് ചെയ്യുന്നു? 2 റക്അത്ത് നിസ്കരിക്കുന്നു. അങ്ങനെ ആക്കാം. ഇതാണ് വിഷയം. നമ്മളിങ്ങനെ പറയാറുണ്ട്, ഈ ജമ്മും കസറും കൂടി എടുക്കുകയാണെങ്കിൽ നിസ്കാരം 2 റക്അത്ത് 2 സമയമായി 2 വക്തായി ചുരുങ്ങി കിട്ടുമെന്ന് പറയാറുണ്ട്. ഇങ്ങനെ ജമ്മാക്കി നിസ്കരിക്കുകയാണെങ്കിലേ 5 വക്ത നിസ്കാരം 2 വക്താക്കി ചുരുക്കാം. അതങ്ങനെ സുബഹിൻ്റെ നേരത്ത് സുബഹി നിസ്കരിക്കുന്നു, പിന്നെ യാത്രയിലാണ് 2-3 ദിവസമൊക്കെ യാത്ര, ഡൽഹിക്കൊക്കെ പോവുകയാണെങ്കിൽ 3 ദിവസമൊക്കെ ട്രെയിനിലിരിക്കണം, 2.5 ദിവസമൊക്കെ ട്രെയിനിലിരിക്കണം. അപ്പോൾ കാശ്മീർക്ക് പോവുകയാണെങ്കിൽ 3 ദിവസം ട്രെയിനിലിരിക്കണം, പിന്നെ തിരിച്ച് വരുന്നവർ 6 ദിവസം, ഒരാഴ്ച 2 ആഴ്ചയൊക്കെ യാത്രയായിരിക്കും. അപ്പോൾ ഒരുപാട് സമയം ആനുകൂല്യം ഉണ്ടാവും. 2 ആഴ്ച 3 ആഴ്ചയൊക്കെ യാത്ര ഉണ്ടാവും. പിന്നെ ഇങ്ങനെ കറങ്ങല്ലേ, ഡൽഹിയിൽ 5 ദിവസം, കാശ്മീരിൽ 10 ദിവസം. ഇതൊക്കെ നിയത്തന്നാക്കിയ കൂലി കിട്ടുമേ. അപ്പോൾ എന്താ പറഞ്ഞത്, ഇപ്പോൾ സുബൈൻ്റെ നേരത്തെ സുബൈക്കരിച്ചു, അതിന് പിന്നെ ജമ്മു കസറൊന്നും ഇല്ലല്ലോ, 2 റക്അത്ത് കുഞ്ഞു നിസ്കാരമാണ് സുബൈ. പിന്നെ നിങ്ങൾ ളുഹൂർ അസറിലേക്ക് ജമ്മാക്കുകയാണ്. അപ്പോൾ മഗ്രിബിനോട് അടുപ്പിച്ച നേരത്ത് മഗ്രിബ് കൊടുക്കണതിന് തൊട്ട് മുമ്പായിട്ട് ളുഹൂർ അസർ നിസ്കരിക്കുന്നു. പിന്നെ നിസ്കാരം അത് കസറാക്കി നിസ്കരിച്ചു, ളുഹൂർ അസർ 4 റക്അത്ത് മൊത്തം. പിന്നെ മഗ്രിബ് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഇശാ നിസ്കാരത്തെ മഗ്രിബിലേക്ക് ഇങ്ങോട്ട് മുന്തിച്ച് ഇങ്ങോട്ട് വലിച്ചു. അങ്ങനെ മഗ്രിബ് നിസ്കരിച്ചിട്ട് എന്തായി? മഗ്രിബ് കൊടുത്തതിന് ശേഷം മഗ്രിബ് ഇശാ നിസ്കരിച്ചു. അപ്പോൾ ആകെ 2 വക്തായില്ലേ, രാവിലെ ഒന്നും വൈകുന്നേരം ഒന്നും. അങ്ങനെ പറ്റുമെന്നറിയാം. അള്ളാഹ്ക്കിപ്പോൾ എന്തിറക്കണമൊന്നുമില്ല, നമ്മളിപ്പോൾ അള്ളാഹ്ക്ക് അനുസരിക്കണമെന്നേ ഉള്ളൂ. അള്ളാഹു യാത്രൻ്റെ ആനുകൂല്യമായിട്ട് തന്നാണല്ലോ, പിന്നെ എന്തിനാ നമ്മൾ കളയണം? പക്ഷേ 120 കിലോമീറ്റർ യാത്ര ഉണ്ടെങ്കിൽ, ഈ 132 കിലോമീറ്റർ എന്നുള്ള അഭിപ്രായ പ്രകാരം 180 കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിൽ അവിടെ കസറാക്കി നിസ്കരിക്കലാണ് ഉത്തമം. ജമ്മാക്കാതെ നിസ്കരിക്കലാണ് ഉത്തമം. ജമ്മാക്കുകയാണെങ്കിൽ ആൾക്കാർ കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാ സമയത്തൊന്നും ഉത്തമം എടുക്കില്ലല്ലോ, സൗകര്യം പോലെയൊക്കെ ചെയ്യാം. പിന്നെ അപ്പോൾ അങ്ങനെ ജമ്മാക്കി നിസ്കരിക്കുകയാണെങ്കിൽ ഫലാബുദ്ധ വയാറാദൽ ഖസ്ര ഫലാബുദ്ധ മിൻ നിയ്യത്തിൽ ഖസ്രി ഇൻദൽ ഇഹ്റാം ബിസ്വലാ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഹ്റാം ചെയ്യുന്ന സമയത്ത് ഖസ്റിനെ കരുതൽ നിർബന്ധമാണ്. തക്ബീറിൻ്റെ നേരത്തെ ഞാൻ ഖസ്റാക്കി നിസ്കരിക്കും. 4 റക്അത്തല്ലേ, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാമെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഖസ്റാക്കുകയാണെന്ന് മതി. അപ്പോൾ നിങ്ങളിങ്ങനെ നെടുമ്പാശ്ശേരിക്കോ അല്ലെങ്കിൽ കണ്ണൂർ എയർപോർട്ടൊക്കെ പോവുകയാണെങ്കിൽ ളുഹൂറും അസറും കൂടി ജമ്മാക്കി നിസ്കരിക്കുകയാണെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് മറക്കണ്ട, സമയം ആയതിനു ശേഷം പോയാൽ പിന്നെ പറ്റൂല, ആ നിസ്കാരം വീട്ടിൽ നിസ്കരിക്കേണ്ടി വരും, അത് ജമ്മാക്കാൻ പറ്റില്ല. നമ്മൾ യാത്രയിലായിരിക്കെ ളുഹ്റാൻ കൊടുത്തു അല്ലെങ്കിൽ അസർവാൻ കൊടുത്തു, അവിടെ നമുക്ക് ജമ്മാക്കാം. അപ്പോൾ ഇഹ്റാമിൻ്റെ നേരത്ത് ഖസ്റിനെ കരുതണം എന്നുള്ളതാണ്, അത് പോയിൻ്റായിട്ട് കരുതി വെക്കുക നിർബന്ധമായിട്ടും. നിയ്യത്ത് വെക്കുമ്പോൾ ളുഹർ നിസ്കാരം 2 റക്അത്ത് ളുഹർ നിസ്കാരം ഖസ്റാക്കി അള്ളാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു. നിയ്യത്ത് പിന്നെ 2 രീതിയിലുണ്ടല്ലോ, ഫർളായ ളുഹർ നിസ്കരിക്കുന്നു എന്ന് മാത്രം നിയ്യത്ത് ചെയ്താൽ മതി. അവിടെ എന്ത് ചെയ്യുക? ഫർളായ ളുഹർ 2 റക്അത്ത് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഫർളായ ളുഹർ ഖസ്റാക്കി നിസ്കരിക്കുന്നു നിയ്യത്ത് ചെയ്യുക. പൂർണ്ണമായിട്ടാണെങ്കിൽ ഫർളായ ളുഹർ നിസ്കാരം 2 റക്അത്ത് ഖസ്റാക്കി ഖിബ്ലക്ക് മുന്നിട്ട് അള്ളാഹു തആലക്ക് വേണ്ടി ഇമാമോടുകൂടി, ഇമാമുണ്ടെങ്കിൽ. മറ്റൊന്ന്, ഇന്നമാ യജൂസുൽ ഖസ്റു ഫിൽ ളുഹ്രി വൽ അസ്രി വൽ ഇശാഇ കുല്ലു റക്അത്തൈൻ. ഇനി യാത്രയിൽ നഷ്ടപ്പെട്ട നിസ്കാരം ഒരാൾ യാത്രയിൽ തന്നെ ഖളാ വീട്ടുകയാണെങ്കിൽ അവിടെയും ഖസ്റാക്കാവുന്നതാണ്. യാത്രയിൽ നഷ്ടപ്പെട്ട നിസ്കാരം, യാത്രയിൽ ഖളായ നിസ്കാരം യാത്രയിൽ തന്നെ ഖളാ വീട്ടുകയാണെങ്കിൽ, ആ യാത്ര തന്നെയാണെന്നില്ല, വേറെ യാത്രയായാലും മതി. ബഹുമാനപ്പെട്ട
ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തുന്നു വലൂഫി സഫരിൻ ആഖർ, കഴിഞ്ഞ ആഴ്ച യാത്രയിൽ നഷ്ടപ്പെട്ട നിസ്കാരമാണ്, അതിനി അടുത്ത ആഴ്ച ഈ ആഴ്ചയിലുള്ള യാത്രയിൽ നിങ്ങൾ ഖളാ വീട്ടുകയാണെങ്കിൽ പോലും അവിടെയും ഖസ്റാക്കി നിസ്കരിക്കാവുന്നതാണ്. ഇനി ജമ്മാക്കിൽ പറഞ്ഞല്ലോ അല്ലേ, ദുഹൂർ അസ്റും മഗ്രിബും ഇശാ. അവൻ വേണമെങ്കിൽ ദുഹൂർ അസ്ർ നേരത്തെ നിസ്കരിക്കാം, അപ്പോൾ പിന്തി ജമ്മാക്കലായി. അല്ലെങ്കിൽ അസ്ർ മഗ്രിബ് ദുഹൂറിൻ്റെ സമയത്ത് നിസ്കരിക്കാം, അപ്പം മുന്തിച്ച് ജമ്മാക്കലാക്കി. നിങ്ങൾ മുന്തിച്ച് ബന്ധിച്ച് പറഞ്ഞായിട്ട് ഇങ്ങനെ ആ പേരിലൊന്നും പ്രശ്നമല്ല. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, വൈദാ അറാദൽ ജമ ഫി വഖ്തിൽ-ഊല, ഒന്നാം സമയത്താണ് ജമ്മാക്കുന്നതെങ്കിൽ, ഒന്നാം സമയത്താണ് ജമ്മാക്കുന്നതെങ്കിൽ, ഏത് ളുഹറും അസ്റും എപ്പോഴാണ് നിസ്കരിക്കുന്നത്? ളുഹറിൻ്റെ നേരത്ത്. അല്ലെങ്കിൽ മഗ്രിബും ഇശാവും എപ്പോഴാണ് നിസ്കരിക്കുന്നത്? മഗ്രിബിൻ്റെ നേരത്ത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നെടുമ്പാശ്ശേരിക്ക് പോവാണ്, അപ്പോൾ നിങ്ങൾ ളുഹറും അസ്റും കൂടി ളുഹറിൻ്റെ നേരത്ത് നിസ്കരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അസ്റിന് ശേഷം യാത്ര പുറപ്പെട്ടതാണ്, അപ്പോൾ മഗ്രിബായപ്പോൾ മഗ്രിബും ഇശാവും കൂടി ഒരുമിച്ച് നിസ്കരിക്കുകയാണ്. ഇങ്ങനെ ആ സമയത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ അവിടെ 3 നിബന്ധനയുണ്ട്. എല്ലാവർക്കും അറിയണ നിബന്ധന തന്നെ. ഒന്ന്, ആദ്യം ളുഹർ നിസ്കരിക്കണം, പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അസ്ർ നിസ്കരിക്കാൻ പറ്റും. ആദ്യം മഗ്രിബ് നിസ്കരിക്കണം, പിന്നെ ഇശ നിസ്കരിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ നിബന്ധന, ജമ്മാക്കുകയാണെന്ന് കരുതണം. ജമ്മാക്കി നിസ്കരിക്കുകയാണെന്ന് കരുതണം. ജമ്മാക്കി നിസ്കരിക്കുകയാണെന്ന് കരുതണം. എപ്പോഴാണ് ജമ്മാക്കി നിസ്കരിക്കാമെന്ന് കരുതേണ്ടത്? ളുഹർ നിസ്കാരത്തിൻ്റെ സമയത്ത് എപ്പോഴെങ്കിലും മതി. നമ്മളിപ്പോൾ ഖസ്റാക്കുമ്പോൾ നെയ്യത്തിൽ തന്നെ വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഖസ്റാക്കി നിസ്കരിക്കുകയാണെങ്കിൽ നിയ്യത്ത് പറയുന്ന ആ സമയത്ത് തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ജമ്മാക്കുമ്പോൾ പിന്നെ നിയ്യത്തിൽ പറഞ്ഞാൽ നന്നായി, അതല്ലെങ്കിൽ സലാം വീട്ടുന്നതിന് മുമ്പ് പറഞ്ഞാൽ മതി. ഏത് സലാം വീട്ടുന്നതിൻ്റെ? ളുഹർ നിസ്കാരത്തുനിന്നോ മഗ്രിബ് നിസ്കാരത്തുനിന്നോ സലാം വീട്ടുന്നതിന് മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ചുരുക്കത്തിൽ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, കുറേ ഇങ്ങനെ ഇടങ്ങാറാവണ്ട. ഇപ്പോൾ നിങ്ങൾ നെടുമ്പാശ്ശേരിക്ക് പോവാണ്, അപ്പോൾ നിങ്ങൾ അസ്റിന് ശേഷം യാത്ര പുറപ്പെട്ടു. മഗ്രിബിൻ്റെ സമയമായപ്പോൾ നിങ്ങൾ മഗ്രിബും ഇശാവും കൂടി ജമ്മാക്കി ഖസ്റാക്കി നിസ്കരിക്കുകയാണ്. ഒരൊറ്റ നിയ്യത്ത്, ഫർളായ മഗ്രിബ് നിസ്കാരം ജമ്മാക്കി അല്ലാഹു തആല കൊണ്ട് നിസ്കരിക്കുന്നു മതി. അപ്പോൾ ഇശാവും കൂടി ഇങ്ങോട്ട് കൂട്ടുകയാണെന്ന് അർത്ഥം. ഇനി ളുഹറാണെങ്കിൽ ഫർളായ ളുഹർ നിസ്കാരം ഖസ്റാക്കി ജമ്മാക്കി അല്ലാഹു തആല കൊണ്ട് നിസ്കരിക്കുന്നു. ഇനി നിയ്യത്ത് ചെയ്യുമ്പോൾ ജമ്മാക്കി ഇത് മറന്നു നിൽക്കുക, പിന്നെ എപ്പോഴെങ്കിലും മനസ്സിൽ കരുതിയാൽ മതി. പിന്നെ പറയാനൊന്നും പാടില്ല, മനസ്സിൽ കരുതിയാൽ മതി ഞാൻ അസ്റും കൂടി ജമ്മാക്കുകയാണ് അല്ലെങ്കിൽ ഇശാവും കൂടി ജമ്മാക്കുകയാണെന്ന് മനസ്സിൽ കരുതിയാൽ മതി, പറയണ്ട കേട്ടോ. മൂന്നാമത്തെ നിബന്ധന, അപ്പോൾ ഒന്നാമത്തെ നിബന്ധന എന്തായിരുന്നു? ആദ്യം ളുഹർ പിന്നെ അസ്ർ, ആദ്യം മഗ്രിബ് പിന്നെ ഇശാ. രണ്ടാമത്തത് നിയ്യത്ത് വേണം. മൂന്നാമത്തത് 2 നിസ്കാരവും ഒരുമിച്ച് നിസ്കരിക്കണം. മഗ്രിബ് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അസ്ർ ഇശാ നിസ്കരിക്കണം. ളുഹർ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം? അസ്റും നിസ്കരിക്കണം. അതിൻ്റെ ഇടയിൽ സുന്നത്ത് നിസ്കരിക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ ഇടയിൽ സുന്നത്ത് നിസ്കരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ നിബന്ധന ഒന്നും പാലിച്ചില്ല നിൽക്കുക, എന്നാൽ ഒന്നുമില്ല. അസ്റിൻ്റെ നേരത്ത് വേറെ അസ്ർ നിസ്കരിക്കേണ്ടി വരും, ഇശാവിൻ്റെ നേരത്ത് വേറെ ഇശ നിസ്കരിക്കേണ്ടി വരും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം നിസ്കരിച്ച മഗ്രിബിന് കുഴപ്പമില്ല, ളുഹറിനും കുഴപ്പമില്ല. അപ്പോൾ ബേജാറാകാനൊന്നും ഇല്ല എന്നർത്ഥം. പിന്നെ ഇപ്പോൾ ഒരു യാത്രാ സംഘമൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു അമീർ വേണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഈ അമീറിൻ്റെ തീരുമാനത്തിന് വഴിപ്പെടുക, അല്ലാതെ പ്രശ്നമാണ്. നമ്മളൊരു 10-25 ആൾക്കാരുള്ള ഒരു യാത്രയാണ്, ഒരു കല്യാണത്തിനോ മറ്റോ പോവുകയാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ പോവുകയാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ ളുഹറിൻ്റെ നേരത്തെ ജമ്മാക്കി, അപ്പോൾ കുറേ ആൾക്കാർ ഞാൻ ഇപ്പോൾ ജമ്മാക്കണമെന്നില്ല എന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്ക്. എല്ലാവരും ഒരേ തീരുമാനം എടുക്കാതിരുന്നാൽ എന്തു ചെയ്യും? അവർക്ക് വേണ്ടി ഇവരും വെയിറ്റ് ചെയ്യേണ്ടി വരും, ഇവർക്ക് വേണ്ടി അവരും വെയിറ്റ് ചെയ്യേണ്ടി വരും. അവിടെയാണ് യാത്ര അമീറിൻ്റെ ഒരു തീരുമാനത്തിന് അനുസരിക്കുക എന്ന് പറയുന്നത്.
യാത്രയുടെ അമീറിൻ്റെ തീരുമാനത്തിനനുസരിക്കുക എന്ന് പറയുന്നത്. ഇനി ഏതാ ബാക്കിയുള്ളത്? ഇൻ അറാദൽ ജംഅ ഫി വഖ്തി സാനിയ. ഇനി നിങ്ങൾ ളുഹുർ അസറിൻ്റെ നേരത്തോ മഗ്രിബും ഇശാവിൻ്റെ നേരത്തൊക്കെയാണ് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമ്മളെ യാത്രാ സൗകര്യത്തിനനുസരിച്ചാണ്. അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ സമയത്ത് ഒന്നാം നിസ്കാരത്തിൻ്റെ സമയത്ത് റെസ്റ്റ് ആണെങ്കിൽ പിന്നെ ആ സമയത്ത് നിസ്കരിക്കാൻ നല്ലത്. ഇനി ളുഹറിൻ്റെ നേരത്ത് യാത്ര അസറിൻ്റെ നേരത്ത് ചായ കുടിക്കാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ ആ സമയത്തേക്ക് ജമാക്കുകയാണ് നല്ലത്. എങ്ങനെയാലും കുഴപ്പമില്ല, സൗകര്യം പോലെ, യാത്രാ സൗകര്യം പോലെ. അപ്പോൾ എങ്ങനെ ഇശാവിൻ്റെ നേരത്തോ അസറിൻ്റെ നേരത്തോ ആണ് നിസ്കരിക്കുന്നതെങ്കിൽ അവിടെ ഒരൊറ്റ ഷർത്തുള്ളത് എന്താണെന്നറിയോ? ളുഹുർ ഞാൻ അസറിലേക്ക് ജമാക്കുകയാണ് എന്ന് ളുഹുർ ഖളാഅിന് മുമ്പ് കരുതണം. മഗ്രിബ് ഞാൻ ഇശാവിൻ്റെ സമയത്തേക്ക് പിന്തിക്കുകയാണ് എന്ന് ഇശാ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കരുതണം. ഏത് യാത്രയാണെങ്കിലും, ഇപ്പോൾ യാത്ര വർദ്ധിച്ചൊരു കാലമായതുകൊണ്ട് ഞാൻ അത്ര വിശദമായിട്ട് ഇത് പറയുന്നത്. ഇഷ്ടംപോലെ യാത്രൻ്റെ ഒരു കാലമാണ്. എല്ലാവർക്കും വാഹനമായപ്പോൾ ഉണ്ടായ സംഗതിയാണ്, എല്ലായിടത്തും റോഡുമായി. അപ്പോൾ നിങ്ങൾ ളുഹുർ അസറിൻ്റെ നേരത്താണ് നിസ്കരിക്കണത് എങ്കിൽ നിങ്ങൾ ഒരൊറ്റ ഷർത്താ പാലിക്കേണ്ടത്, ളുഹുർ ഞാൻ അസറിലേക്ക് പിന്തിക്കണം. അങ്ങനെ പിന്തിക്കാമെന്ന് നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കാരം ഖളാ ആക്കിയതിൻ്റെ കുറ്റം കിട്ടും. ഖളാ ആക്കിയതിൻ്റെ കുറ്റം കിട്ടും. ഖസ്റാക്കുന്നതിന് പിന്നെ പ്രത്യേക നിയ്യത്തൊന്നുമില്ല. നിയ്യത്ത് വെക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, നിസ്കാരത്തിന് നിയ്യത്ത് വെക്കുമ്പോൾ മാത്രമേ ഖസ്റിൻ്റെ കരുതേണ്ടേ ഉള്ളൂ. ജമ്മാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പറഞ്ഞത് ഇപ്പോൾ അസറിൻ്റെ നേരത്താണ് ളുഹുർ നിസ്കരിക്കണതെങ്കിൽ ഇശാവിൻ്റെ നേരത്താണ് മഗ്രിബ് നിസ്കരിക്കണമെങ്കിൽ മഗ്രിബിൻ്റെ നേരത്ത് കരുതണം ഞാൻ ഇശാവിലേക്ക് ബന്ധിക്കുകയാണ്, ളുഹുറിൻ്റെ നേരത്ത് കരുതണം ഞാൻ അസറിലേക്ക് ബന്ധിക്കുകയാണ്. അങ്ങനെ കരുതിയില്ലെങ്കിൽ ഒരു വൻദോഷം ചെയ്തവനാകും, നിസ്കാരം മനഃപൂർവ്വം ബന്ധിച്ച് ഖളാ ആക്കിയവനാകും. നിസ്കാരം ബന്ധിക്കാനും ഖളാ ആക്കാനും പാടില്ല. അപ്പോൾ ഈ ളുഹറാൻ കൊടുത്തിട്ടേ നിയ്യത്ത് ചെയ്യാൻ പറ്റുള്ളൂ, മഗ്രിബാൻ കൊടുത്തിട്ടേ നിയ്യത്ത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ അസറിന് ശേഷം നിങ്ങൾ നെടുമ്പാശ്ശേരിക്ക് പുറപ്പെട്ടു, നിങ്ങൾ അസറിന് തന്നെ കരുതാൻ പറ്റൂല, ഞാൻ മഗ്രിബ് ഇശാവിലേക്ക് ബന്ധിക്കുകയാണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അസറിൻ്റെ നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റൂല. മഗ്രിബാൻ കൊടുത്തതിന് ശേഷം ഞാൻ ഇശാവിലേക്ക് ബന്ധിക്കാമെന്ന് കരുതാം. അല്ലെങ്കിൽ ളുഹുർ ബാങ്ക് കൊടുത്തതിന് ശേഷം ഞാൻ ളുഹുർ അസറിലേക്ക് ബന്ധിക്കുകയാണെന്ന് കരുതാം. അല്ലാതെ ളുഹറാൻ കൊടുക്കുന്നതിന് മുമ്പ് നിയ്യത്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ രാവിലെ പുറപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ രാവിലെ തന്നെ കരുതി ഇന്നിപ്പോൾ ളുഹുറും അസറും കൂടി അസറിൻ്റെ നേരത്തെ നിസ്കരിക്കുന്നത്, അത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. പക്ഷെ നിയ്യത്ത് ബാങ്ക് ഒന്നാമത്തെ നിസ്കാരത്തിൻ്റെ ബാങ്ക് കൊടുത്തതിന് ശേഷം മാത്രമേ പറ്റൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ളുഹറും അസറും കൂടി അസറിൻ്റെ നേരത്തെ നിസ്കരിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ നിബന്ധനയുണ്ടോ? ഏതാ നേരത്തെ പറഞ്ഞ നിബന്ധന? ആദ്യം ളുഹർ നിസ്കരിക്കുക, മുന്തിച്ച് ജമ്മാക്കുകയാണെങ്കിൽ ആദ്യം ളുഹർ പിന്നെ അസർ, സുന്നത്താണ്, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ അസറിൻ്റെ നേരത്തെ നിസ്കരിച്ചു, ളുഹറിന് അസറിലേക്ക് ബന്ധിച്ചു, അങ്ങനെ ളുഹർ നിസ്കരിച്ചതിന് ശേഷം ഒരാൾ നമ്മൾ കുറച്ച് ചായ അടിച്ച് തരിക എന്ന് പറഞ്ഞു, ചായ അടിച്ചു, പിന്നെ അസർ, കുഴപ്പമില്ല, ബന്ധിച്ച് ജമ്മാക്കുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. അതേമാതിരി ആദ്യം അസർ നിസ്കരിച്ചു പിന്നെ ളുഹർ നിസ്കരിച്ചു, അപ്പോഴും കുഴപ്പമില്ല. എവിടെയാണ് ഇതൊക്കെ പ്രശ്നം? അസർ നിസ്കാരത്തെ ളുഹറിൻ്റെ നേരത്ത് നിസ്കരിക്കുകയാണെങ്കിൽ, ഇശാ നിസ്കാരത്തെ മഗ്രിബിൻ്റെ നേരത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ ആദ്യം ളുഹർ നിസ്കരിക്കണം, പിന്നെ അസർ നിസ്കരിക്കാൻ പറ്റും. ആദ്യം ളുഹർ നിസ്കരിക്കണം, ഉടനെ തന്നെ അസർ നിസ്കരിക്കണം. അതിനിടെ സുന്നത്ത് നിസ്കാരങ്ങളൊന്നും സംഭവിക്കാനോ വർത്താനം പറയാനോ ചാടിക്കാനൊന്നും പറ്റില്ല. ആ സമയത്ത് ളുഹറിൽ തന്നെ നിയ്യത്ത് കരുതണം, ഞാൻ ജമ്മാക്കി നിസ്കരിക്കുകയാണ്. അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരത്തിന് കരുതണം, ഞാൻ ജമ്മാക്കി നിസ്കരിക്കുകയാണ്. പിന്തിച്ച് ജമ്മാക്കുമ്പോൾ ഒരൊറ്റ നിബന്ധനയുള്ളൂ, ഈ മഗ്രിബിൻ്റെ നേരത്ത് കരുതാൻ ഞാൻ ഇശായിലേക്ക് ബന്ധിക്കുകയാണ്, ളുഹറിൻ്റെ നേരത്ത് കരുതാൻ ഞാൻ അസറിൻ്റെ സമയത്തേക്ക് ബന്ധിക്കുകയാണ്. പിന്നെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അപ്പം ഇനി സംശയം ഉണ്ടാവും, യാത്രയിലാണെങ്കിലും ബാങ്ക് ഇഖാമത്തൊക്കെ വേണമല്ലോ. ഫസ്ലുൻ, ഒന്നാമത്തെ നിസ്കാരത്തിലാണെങ്കിൽ ഇദാ ജമാഅ ഫി വഖ്തിൽ ഊല അദ്ദന ലഹാ സുമ്മ അഖാമ ലികുല്ലി വാഹിദിൻ വഅലാ ഖൗലി ലാ യുദ്ദിൻ വഇൻ ജമഅതന കദാലിക അല്ല സഹിഹു അലാ ലാ യുദ്ദിൻ വഅലാ ഖൗലിൻ റജാ ഹുറൂറ ജമാഅത്തിൻ അദ്ദന വഇല്ലാ ഫലാ.
പിന്നെ ബാങ്ക് കൊടുക്കുക. ളുഹറും അസ്റും കൂടി നിസ്കരിക്കുകയാണെങ്കിൽ ഇപ്പോൾ മുന്തിച്ചായാലും പിന്തിച്ചായാലും വ്യത്യാസമൊന്നുമില്ല. ളുഹറിന് ആദ്യം ബാങ്ക് കൊടുക്കുക, പിന്നെ ളുഹർ നിസ്കരിക്കുക, പിന്നെ ഇഖാമത്ത് കൊടുക്കുക. രണ്ടാമത്തെ നിസ്കാരത്തിന് ബാങ്ക് വേണ്ട. എങ്ങനെ? ളുഹറിന് ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക, ളുഹർ നിസ്കരിക്കുക, പിന്നെ അസ്ർ നിസ്കരിക്കാൻ വേണ്ടി ഇഖാമത്ത് കൊടുത്താൽ മതി, ബാങ്ക് കൊടുക്കണ്ട. ഒരു കുറവുണ്ട്. ഫസ്ലും. ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ അല്ലേ എനിക്കറിയില്ല. കാര്യമായ നിബന്ധനകളൊന്നുമില്ല. യാത്രൻ്റെ ആനുകൂല്യമല്ലേ. അപ്പം കുറേ നിബന്ധനകൾ ഇങ്ങനെ കെട്ടിക്കൂട്ടി കഴിഞ്ഞാൽ പിന്നെ ജമ്മം കസറാക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും, പിന്നെ അത് വേണ്ട നോക്കും. ഓക്കെ. ഇപ്പോൾ ഇസ്തഹബ് സ്വലാത്തുൽ ജമാഅത്തി ഫി സഫർ. യാത്രയിൽ ജമാഅത്ത് നിസ്കാരം സുന്നത്താണ്. വലാക്കില്ലാത്ത താക്കതൊക്കെ താക്കുതിയാക്കില്ല. നാട്ടിലാകുമ്പോഴുള്ള അത്ര ശക്തമായ സുന്നത്തൊന്നുമില്ല, എന്നാലും സുന്നത്ത് തന്നെയാണ്. നാട്ടിലെത്തുമ്പം ജമാഅത്ത് നിസ്കാരത്തിന് ഇരട്ടി കൂടിയാണ്. അതിന് ഭയങ്കര പവറാണ്. അത്ര പവർ യാത്രയിലില്ല. അങ്ങനെ യാത്ര ചെയ്യാത്തതിൻ്റെ കാരണം തുസന്നു സുന്ന റവാത്തിബത്ത് മാൽ ഫറായിലി ഫി സഫരി കമാ തുസന്നു ഫിൽ ഹദരി. അതേമാതിരി നാട്ടിലൊക്കെ ആകുമ്പോൾ റവാത്തിബ് സുന്നത്തുള്ള മാതിരി തന്നെ യാത്രയിലും റവാത്തിബ് സുന്നത്ത് കണ്ട ളുഹറിൻ്റെയും അസ്റിൻ്റെയും മഗ്‌രിബിൻ്റെയും മുമ്പും ശേഷമൊക്കെ നിസ്കാരങ്ങളില്ലേ. അപ്പോൾ ജമ്മാക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ചോദ്യം ഉണ്ടാവും അല്ലേ. ളുഹറും അസ്റും ജമ്മാക്കുകയാണ്, മഗ്‌രിബും ഇശാവും ജംആയി നിസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സുന്നത്ത് നിസ്കരിക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ടാകും. അതിന് മറുപടി പറയാം. അതെങ്ങനെയാണ്? ആദ്യം ളുഹറിൻ്റെ സുന്നത്ത് നിസ്കരിക്കുക, പിന്നെ ളുഹർ നിസ്കരിക്കുക. അത് കഴിഞ്ഞിട്ട് അസ്ർ നിസ്കരിക്കുക, പിന്നെ ളുഹർ നിസ്കാരത്തിൻ്റെ സുന്നത്ത് നിസ്കരിക്കുക, പിന്നെ അസ്റിൻ്റെ സുന്നത്ത് നിസ്കരിക്കുക. എങ്ങനെ? മഗ്‌രിബും ഇശാവും കൂടെ നിസ്കരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാട്ടെ, സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രകാരം ബാങ്ക് ഇഖാമത്തും കൊടുത്തിട്ട് മഗ്‌രിബ് നിസ്കരിക്കുക. അവിടെ മുമ്പ് എന്തില്ല, സുന്നത്ത് നിസ്കാരം ഇല്ല. മഗ്‌രിബ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? മഗ്‌രിബിൻ്റെ ശേഷമല്ല സുന്നത്ത് നിസ്കരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അസ്ർ നിസ്കരിക്കുക, ഇശ നിസ്കരിക്കുക. ഇശ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇശാവിൻ്റെ സുന്നത്ത് നിസ്കരിക്കുക, പിന്നെ മഗ്‌രിബിൻ്റെ സുന്നത്ത് നിസ്കരിക്കുക. ളുഹറും അസ്റും ആണെങ്കിൽ എങ്ങനെയാണ് വേണ്ടത്? ളുഹറിൻ്റെ സുന്നത്ത് നിസ്കരിക്കുക, പിന്നെ ളുഹർ നിസ്കരിക്കുക, പിന്നെ അസ്ർ നിസ്കരിക്കുക, പിന്നെ ളുഹറിൻ്റെ സുന്നത്ത് നിസ്കരിക്കുക, പിന്നെ അസ്റിൻ്റെ സുന്നത്ത് നിസ്കരിക്കുക. ഇതൊന്നും കോലം അങ്ങോട്ട് മാറി കുഴപ്പമൊന്നുമില്ല. നമുക്ക് രണ്ട് നിസ്കാരത്തിൻ്റെ ഇടയിൽ സുന്നത്കാരം വരരുതെന്നേ ഉള്ളൂ. രണ്ട് ഫർദിൻ്റെ ഇടയിൽ മുന്തിച്ചമാക്കുമ്പോൾ. പിന്നെ ഹുഫ് തടവുക എന്നുള്ള. മുമ്പ് യാത്രക്കാരൊക്കെ അങ്ങനെയായിരുന്നു, കാലിന് നല്ലൊരു വലിയ ഷൂ ഒക്കെ ഇടും, നെരിയാണിയൊക്കെ മറക്കണേ. യാത്ര നടന്നിട്ടുള്ള യാത്രയായിരിക്കും, കാട്ടും മലയും മുള്ളും ഒക്കെ നിറഞ്ഞ ഭൂമിയോടുള്ള യാത്ര, ചെരുപ്പിട്ട് നടക്കൂല. അപ്പോൾ അങ്ങനത്തെ യാത്രക്കാർക്ക് ഒതുണ്ടാക്കാൻ വേണ്ടി ആ ഹുഫ് ഒഴിവാക്കേണ്ടതില്ല. അതിലിപ്പോൾ പറ്റിയ പണിക്കാരുണ്ട്. ഇപ്പോൾ മറ്റേ ടാറിങ്ങിൻ്റെ പണിക്കാർ, റോട്ടിൻ്റെ പണിക്കാരൊക്കെ ഇടാറുണ്ട്. അവർക്കൊന്നും ഇപ്പോൾ ഒതുണ്ടാക്കുമ്പോൾ അത് കഴിക്കേണ്ട, അതിൻ്റെ മേലെ വെള്ളം കൊണ്ട് ഇങ്ങനെ എടുത്ത് തടവിയാൽ മതി. ഓക്കെ. അപ്പോൾ അത് കൂടുതൽ പറയേണ്ടതില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് പോവാണ്. അതെന്താ? യാത്രയിലെ സുന്നത്ത് നിസ്കാരം. ഇൻഷാ അല്ലാഹ് നമുക്കെന്ത് ചെയ്യാം, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم وفقنا للحج المبرور والعمرة المقبولة ولزيارة روضة نبيك وحبيبك محمد صلى الله عليه وسلم. اللهم اجعلنا من عبادك الصالحين. اللهم اجعل أولادنا من عبادك الصالحين. اللهم اجعل أزواجنا من عبادك الصالحين. اللهم توفنا مسلمين وألحقنا بالصالحين. അള്ളാഹുവെ, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആഫിയത്തോടുകൂടി ഈ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ റബ്ബേ. ഞങ്ങളീ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സൽക്രമമായി സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന
وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. സഹോദരങ്ങളെ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.